നമസ്കാരം. മാധ്യമപ്രവർത്തകനായ ശ്രീകുമാറിന്റെ ഹൃദയസ്പർശിയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അധികാരത്തിന്റെ കോട്ടകളിൽ ഇരിക്കുമ്പോഴും മണ്ണിന്റെ മണവും സാധാരണക്കാരന്റെ കണ്ണീരും തിരിച്ചറിയുന്ന അപൂർവ ഭരണാധികാരിയാണ് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി. ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം കാത്തുവെച്ച വികസന കാഴ്ചപ്പാടുകളും സാംസ്കാരിക ബോധവും വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകവുമാണ്. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നതിനേക്കാൾ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതം ഉത്തരമാകുന്നു. സേവനം എന്നത് അധികാരമല്ല, ഒടുങ്ങാത്ത ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഈ 5 വർഷം കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെലുത്തിയ സ്വാധീനം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ദേശസ്നേഹവും കർമ്മയോഗവും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റത്തെയാണ് നാം ഇന്ന് ആദരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുള്ള ഓരോ വ്യക്തിക്കും പ്രചോദനമാണ്. അദ്ദേഹം നടന്നുപോയ ഓരോ വഴിയും ഭാരതത്തിന്റെ വികസന ഗാഥയിലെ ഓരോ അധ്യായങ്ങളാണ്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി വളർന്നു വന്ന ആർലേക്കർജി സംഘടനാ പ്രവർത്തനം എന്നത് കേവലം രാഷ്ട്രീയമല്ല, രാജ്യത്തോടുള്ള കടമയാണെന്ന് തെളിയിച്ചു. ഗോവയുടെ മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ഭരണപരമായ പരിഷ്കാരങ്ങൾ ഇന്ന് അദ്ദേഹം ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ ആവർത്തിക്കുന്നതായി കാണാം. ലാളിത്യം, വിനയം, കർമ്മശേഷി എന്നിവ കൈമുതലാക്കി അദ്ദേഹം നടത്തിയ ഓരോ മുന്നേറ്റവും BJPയുടെ പ്രത്യയശാസ്ത്രത്തിന് കരുത്തു പകരുന്നതായിരുന്നു. അർപ്പണബോധമുള്ള ഒരു സാധാരണക്കാരന് ഭാരതത്തിൽ ഏതുയരത്തിലും എത്താമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് അദ്ദേഹം. ഗോവയിലെ പച്ചപ്പും അവിടുത്തെ സാംസ്കാരിക പൈതൃകവും ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന അദ്ദേഹം തന്റെ വേരുകളെ ഒരിക്കലും മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗത്തിലും ഗോവയുടെ സൗന്ദര്യവും അവിടുത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസവും പ്രതിഫലിക്കാറുണ്ട്. രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികളെ ഒരു വെല്ലുവിളിയായി മാത്രം കണ്ട് അദ്ദേഹം ഒരിക്കലും പതറിയിട്ടില്ല. താഴേക്കിടയിലുള്ള ജനങ്ങളോട് ഇടപെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തന്നെ വ്യത്യസ്തനാക്കുന്നു. പാർട്ടി പ്രവർത്തകരുടെ സ്പന്ദനമറിഞ്ഞാണ് അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയരത്തിലെത്തുമ്പോഴും ആ വേരുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. സംഘടനാപരമായ അച്ചടക്കവും നേതൃപാഠവും ഒത്തിണക്കിയ അദ്ദേഹത്തിന്റെ ശൈലി BJPയുടെ അടിത്തറയായ അന്ത്യോദയ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതായിരുന്നു. ജനങ്ങളുടെ സേവകനായിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിതചര്യയാണ്. ഓരോ തീരുമാനത്തിലും അദ്ദേഹം ജനങ്ങളുടെ നന്മ മാത്രമാണ് ആഗ്രഹിച്ചത്. ഗോവയിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ മുന്നേറുമ്പോൾ അദ്ദേഹം ഒരു പാഠമായി മാറുകയായിരുന്നു. ആ പാഠം മറ്റൊന്നുമല്ല, നിഷ്കളങ്കമായ സേവനത്തിന് പകരമായി ഒന്നും പ്രതീക്ഷിക്കരുത്. രാഷ്ട്രം നിങ്ങൾക്ക് തിരികെ നൽകുന്നത് അതിന്റെ കൃത്യസമയത്തായിരിക്കും. ഇതായിരുന്നു ആ പാഠം. ഗോവയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം സുവർണ ലിപികളാൽ എഴുതപ്പെടും. അദ്ദേഹം സ്പീക്കറായിരുന്ന കാലത്ത് നിയമസഭയിൽ സ്വീകരിച്ച നിലപാടുകൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പാഠമായിരുന്നു. സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ജാഗ്രത, ജനാധിപത്യ മര്യാദകളെ സംബന്ധിച്ച് അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്ന ആദരവാണ് കാണിക്കുന്നത്. ഈ അനുഭവം അദ്ദേഹത്തെ ഗവർണർ പദവിയിലെത്തിയപ്പോൾ ഭരണഘടനയുടെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാനായി സഹായിച്ചു. 2021 ജൂലൈ 13 ഹിമാചൽ പ്രദേശ് ഗവർണറായി ചുമതലയേറ്റപ്പോൾ മലനിരയിലെ ജനങ്ങളുടെ ഹൃദയമാണ് അദ്ദേഹം കീഴടക്കിയത്. ഹിമാചലിലെ സാംസ്കാരിക വൈവിധ്യത്തെയും അവിടുത്തെ വികസന പ്രക്രിയയെയും അദ്ദേഹം അടുത്തറിഞ്ഞു. ഭരണഘടനാപരമായ പദവിയിലിരിക്കുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാനും അദ്ദേഹം മുൻകൈയെടുത്തു. BJPയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് അവിടുത്തെ ഭരണകൂടവുമായി ചേർന്ന് അദ്ദേഹം നൽകിയ പിന്തുണ സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഹിമാലയത്തിന്റെ ഔന്നത്യത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം രാഷ്ട്രത്തിന്റെ ഭാവി സ്വപ്നം കണ്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹം ഹിമാചലിന്റെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. രാജ്ഭവനിലെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. BJP സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ചിന്തിച്ചു. ഓരോ ചടങ്ങിലും അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ഊന്നി പറഞ്ഞു. ഹിമാചലിലെ യുവതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ പ്രചോദനമായി മാറി. നാടിന്റെ വികസനം എന്നത് കേവലം കെട്ടിടങ്ങളല്ല, മനുഷ്യരുടെ മനസ്സിലെ മാറ്റമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി. ഹിമാചലിലെ ഓരോ കല്ലിലും മണ്ണിലും രാഷ്ട്രത്തിന്റെ സ്നേഹമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവിടുത്തെ ഭരണകൂടവുമായി നല്ലൊരു ബന്ധം പുലർത്താനും വികസനത്തിന് തടസ്സമാകാത്ത രീതിയിൽ ഭരണഘടനാപരമായ കടമകൾ നിർവഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മഞ്ഞുമൂടിയ
ഹിമാലയൻ താഴ്വരകളിൽ അദ്ദേഹം വിതച്ച സ്നേഹത്തിന്റെ വിത്തുകൾ ഇന്ന് വലിയ മരങ്ങളായി വളർന്നിരിക്കുന്നു. ഗവർണർ പദവി ഒരു അലങ്കാരമല്ല, ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം അവിടെ വെച്ച് തെളിയിച്ചു. ഹിമാചലിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വന്തം കുടുംബത്തിലെ അംഗമായിട്ടാണ് കണ്ടത്. ഒരു ഗവർണർക്ക് ഇത്രത്തോളം ജനകീയനാവാൻ കഴിയുമെന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ അത്ഭുതമായിരുന്നു. ഹിമാചലിന്റെ വികസനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ കാലം ഓർക്കും. അദ്ദേഹം അവിടെ നിന്ന് ബീഹാറിലേക്ക് യാത്രയായപ്പോൾ ഹിമാചലിലെ ജനങ്ങളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവുമായിരുന്നു. 2023 ഫെബ്രുവരി 17 ബീഹാർ ഗവർണറായി ചുമതലയേറ്റത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന ബീഹാറിൽ ഭരണഘടനാപരമായ മര്യാദകൾ കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച പക്വത ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും രാജ്യം ഒന്നാമതെന്ന തത്വം ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയുടെ അന്തസ്സ് കാത്തുസൂക്ഷിച്ചു അദ്ദേഹം. ബീഹാറിലെ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് സാമൂഹിക ഇടപെടലുകളിലും അദ്ദേഹം പുലർത്തിയ കരുതൽ അദ്ദേഹത്തിന്റെ കർമ്മയോഗി എന്ന പ്രതിച്ഛായയ്ക്ക് കൂടുതൽ തെളിച്ചം നൽകി. ബീഹാറിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ തന്നെ അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി. സങ്കീർണമായ ജാതി സമവാക്യങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും നിലനിന്നിരുന്ന ബീഹാറിൽ ഒരു നിഷ്പക്ഷനായ ഭരണാധികാരിയായി പ്രവർത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വെല്ലുവിളി അദ്ദേഹം അനായാസം നേരിട്ടു. ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം ബീഹാറിലെ ഗവർണർ എന്ന നിലയിൽ വിജയിക്കുക തന്നെ ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സന്ദർശനങ്ങളിൽ അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ ബീഹാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഉണർവ് നൽകി. അവിടുത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി അദ്ദേഹം സ്വകാര്യ സംരംഭകരുമായി ചർച്ചകൾ നടത്തി. ബീഹാറിലെ വികസനത്തിന് ആവശ്യമായ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെയധികം വലുതാണ്. ഏത് സാഹചര്യത്തിലും ഭരണഘടനാപരമായ മര്യാദകൾ പാലിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച കർശനമായ നിലപാട് ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു മാതൃകയാക്കി മാറ്റാൻ കാരണമായി. BJP മുന്നോട്ട് വെക്കുന്ന വികസന മന്ത്രം ബീഹാറിന്റെ ഉൾനാടുകളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ബീഹാറിന്റെ ഓരോ ചടങ്ങിലും അദ്ദേഹം ഭാരതീയ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇത് അവിടുത്തെ ജനങ്ങളിൽ പുതിയൊരു ആത്മവിശ്വാസം പകർന്നു. അദ്ദേഹത്തിന്റെ ബീഹാർ വാസം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ്. ബീഹാറിന്റെ വികസനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വരും തലമുറകൾക്ക് വലിയൊരു പാഠമായി. കേരള ഗവർണറായി 2025 ജനുവരി 2 അദ്ദേഹം ചുമതലയേറ്റപ്പോൾ ഭാരതീയ പാരമ്പര്യവും കേരളത്തിന്റെ സംസ്കാരവും തമ്മിലുള്ള സമന്വയമാണ് നാം കണ്ടത്. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഭരണഘടനാപരമായ കർത്തവ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വികസനത്തിന് മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി. സാംസ്കാരിക പരിപാടികളിലും പൊതുചടങ്ങുകളിലും അദ്ദേഹം കാണിക്കുന്ന ലാളിത്യവും വിനയവും മലയാളികളെ ആഴത്തിൽ സ്വാധീനിച്ചു. കേരളത്തിന്റെ സാക്ഷരതയും സാമൂഹിക ബോധവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഭരണഘടനയുടെ മഹിമ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും ഒരു ഗവർണർക്ക് എങ്ങനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. സാംസ്കാരികമായ വേരുകളെ ബഹുമാനിച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ വികസനാശയങ്ങളെ ഉൾക്കൊള്ളാൻ അദ്ദേഹം കേരളത്തെ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്ന സുതാര്യത വലിയൊരു ചർച്ചയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ അരാഷ്ട്രീയവൽക്കരിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേരളീയരുടെ ബുദ്ധിശക്തിയെയും സാങ്കേതിക വിദ്യയോടുള്ള അവരുടെ താല്പര്യങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം വിവിധ വേദികൾ ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും കേരളത്തിലെ സാമൂഹിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. BJPയുടെ പ്രത്യയശാസ്ത്രങ്ങളെ കേരളീയർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ലാളിത്യത്തിന്റെ പര്യായമായി അദ്ദേഹം കേരളത്തിൽ നിറഞ്ഞു നിന്നു. ഒരു ഗവർണർ എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നതിന് അദ്ദേഹം ഒരു മാതൃകയായി മാറി. മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഇടം പിടിച്ചത് തന്റെ വാക്കുകളിലൂടെയല്ല, തന്റെ പ്രവർത്തികളിലൂടെയാണ്. കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടത് ഒരു ഗവർണറായിട്ടല്ല, ഒരു ഭരണഘടനാപരമായ കാവലാളായിട്ടാണ്. അദ്ദേഹത്തിന്റെ കേരളവാസം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു അടയാളപ്പെടുത്തലായി മാറിക്കഴിഞ്ഞു. 2026 മാർച്ച് 12 തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല ഏറ്റെടുത്തതോടെ 4 സംസ്ഥാനങ്ങളുടെ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം മാറി. ദക്ഷിണേന്ത്യൻ സംസ്കാരത്തോട് അദ്ദേഹം കാണിക്കുന്ന ആദരവ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ എങ്ങനെ ഒരേ ലക്ഷ്യത്തോടെ രാഷ്ട്രത്തിന്റെ ഉന്നമനം എന്ന ലക്ഷ്യത്തോടെ കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹം തെളിയിച്ചു.
തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഏറെ സങ്കീർണമാണ്. എന്നാൽ അവിടെയും അദ്ദേഹം തൻ്റെതായ നിലപാടുകൾ വ്യക്തമാക്കി. തമിഴ് സംസ്കാരത്തിൻ്റെ പൗരാണികതയെ അദ്ദേഹം എല്ലായ്പ്പോഴും ബഹുമാനിക്കുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് ഗുണകരമാകുന്നതെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തമിഴ്നാടിൻ്റെ വികസനത്തിന് മറ്റൊരു മുതൽക്കൂട്ടാണ്. BJPയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് തമിഴ്നാട്ടിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. വിവിധ മതപരവും സാംസ്കാരികവുമായ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്ത് തമിഴ് ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും ഭാരതത്തിൻ്റെ ഏകത എന്ന സന്ദേശം അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചു. തമിഴ്നാട്ടിലെ യുവതലമുറയ്ക്ക് അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സംസ്കാരത്തെയും വികസനത്തെയും ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറി. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ കാലയളവ് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറി. ഇതോടുകൂടി അദ്ദേഹം തമിഴ്നാട്ടിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും നാളുകളിൽ തമിഴ്നാട് രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ചർച്ച ചെയ്യുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഭരണഘടനാപരമായ മൂല്യങ്ങൾ ലംഘിക്കാതെ അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വലിയൊരു പാഠമാണ്. ജനാധിപത്യത്തിൻ്റെ തൂണുകളെ ബലപ്പെടുത്തുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറം മനുഷ്യത്വവും ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ രീതി ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം കൂടിയാണ്. ഭരണഘടനയുടെ ഓരോ വരിയും അദ്ദേഹം അക്ഷരം പ്രതി പാലിക്കുന്നു. രാഷ്ട്രീയമായ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയാണെന്നും രാജ്യത്തെയാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതല്ല. അതെപ്പോഴും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. BJP വിശ്വസിക്കുന്ന മൂല്യങ്ങളെ അദ്ദേഹം തൻ്റെ ഓരോ തീരുമാനത്തിലൂടെയും പുറത്തു കൊണ്ടുവന്നു. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഭരണഘടനയാണ് നമ്മുടെ മാർഗദർശി എന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തുന്നതാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ കൃത്യതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ജനാധിപത്യം എന്നത് വെറും വോട്ട് ചെയ്യൽ മാത്രമല്ല, അത് മൂല്യബോധമുള്ള ഭരണനിർവഹണം കൂടിയാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. ഒരു ഗവർണർക്ക് ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ഭരണഘടനയുടെ കാവലാളായിരിക്കുന്ന കാലത്തോളം നമ്മുടെ ജനാധിപത്യം സുരക്ഷിതമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഓരോ BJP പ്രവർത്തകനും വലിയൊരു ആവേശമാണ് നൽകുന്നത്. അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന ഈ വഴി വരും തലമുറയിലെ നേതാക്കൾക്ക് വലിയൊരു വഴികാട്ടിയായിരിക്കും. ആഡംബരങ്ങളോട് വിട പറഞ്ഞ് സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും അതീതമായി ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം BJP പ്രവർത്തകർക്ക് എന്നും ഊർജ്ജമാണ്. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന, ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം പദവികളിൽ ഇരിക്കുമ്പോൾ അധികാരമല്ല കർത്തവ്യമാണ് വലുതെന്ന് അദ്ദേഹം തൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിക്കുന്നു. അദ്ദേഹം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും പിന്നിൽ എപ്പോഴും ഒരു സേവന തൽപരത കാണാം. രാജ്ഭവനുകളിൽ ആഡംബരങ്ങളില്ലാത്ത ജീവിതം നയിക്കുന്ന അദ്ദേഹം ഒരു മാതൃകയാണ്. ഒരു സാധാരണക്കാരൻ്റെ ലാളിത്യത്തോടെ അദ്ദേഹം തൻ്റെ പദവികൾ കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം ഒരു കോടീശ്വരൻ്റെ പത്രാസില്ലാതെ ഒരു സാധാരണ പൗരൻ്റെ വിനയത്തോടെ പെരുമാറുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാം. ഇത് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ സേവനം എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം. ഒരു നിമിഷം പോലും പാഴാക്കാതെ രാഷ്ട്ര സേവനം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി മാതൃകാപരമാണ്. രാജ്ഭവനിലെ ഫയലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒരു വലിയ പാഠപുസ്തകവുമാണ്. രാത്രി വൈകി വരെ അദ്ദേഹം നടത്തുന്ന ചിന്തകൾ, ആഴത്തിലുള്ള വായന, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സൂക്ഷ്മത എന്നിവ അദ്ദേഹത്തിൻ്റെ കർമ്മബോധത്തെ കാണിക്കുന്നു. സമയനിഷ്ഠത എന്നത് കേവലം ഒരു ശീലമല്ല, മറിച്ച് ജീവിതചര്യയാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. കൃത്യസമയത്ത് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ അദ്ദേഹം ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഇത് രാജ്ഭവനിലെ ഭരണനിർവഹണം വളരെയധികം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റും രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അദ്ദേഹം നടത്തുന്ന പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ആഴം നൽകുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന സൂക്ഷ്മത വലിയ തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മബോധം മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാണ്. രാജ്ഭവനിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന രീതി കണ്ടാൽ ആരും അത്ഭുതപ്പെടും. അത്രയും അദ്ദേഹം അർപ്പണബോധത്തോടെയാണ് ഓരോ ഫയലും കൈകാര്യം ചെയ്യുന്നത്. സമയനിഷ്ഠയെക്കുറിച്ച് അദ്ദേഹം പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട്. സമയം എന്നത് നമുക്ക് തിരികെ ലഭിക്കാത്ത സമ്പത്താണെന്നും അത് രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും ആസൂത്രണം ചെയ്തതാണ്. അദ്ദേഹം മടി എന്ന വാക്കിന് ഒരു സ്ഥാനവും നൽകിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും കർമ്മനിരതനാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മബോധം BJP പ്രവർത്തകർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന ഈ അച്ചടക്കം രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെയധികം പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠയും കർത്തവ്യബോധവും ഒരു ഭരണാധികാരിക്ക് അത്യാവശ്യമായ ഗുണങ്ങളാണ്.
അദ്ദേഹം ഒരു വിദ്യാലയം പോലെയാണ്. അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹം രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ ഭാരതീയനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഒരു അനുഭവമാണ് ഓരോരുത്തർക്കും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ നമ്മിൽ വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു. നമ്മളും രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത നമ്മളിൽ ഉണർത്തുന്നു. ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനയാത്ര അവസാനിക്കുന്നില്ല, മറിച്ച് കൂടുതൽ വലിയ കർമ്മങ്ങളിലേക്ക് വഴി തുറക്കുകയാണ്. ആരോഗ്യമുള്ള കരുത്തുറ്റ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും ഇനിയും ദീർഘകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ഓരോ കോണിലും ഭാരതീയരുടെ വെളിച്ചം പരത്തുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അദ്ദേഹം ഇനിയും കൂടുതൽ ഉന്നതികളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനവും രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വരും തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഇനി ദീർഘകാലം തുടരട്ടെ. ഭാരതത്തിൻ്റെ വികസന ഗാഥയിൽ അദ്ദേഹത്തിൻ്റെ പേരെന്നും നിറഞ്ഞു നിൽക്കും. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുടരുകയും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുകയും വേണം. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ രാഷ്ട്രത്തിനെന്നും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. രാഷ്ട്രം അദ്ദേഹത്തിന് എപ്പോഴും കടപ്പെട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഭാരതത്തിന് വേണ്ടിയാണ്. അദ്ദേഹം ഭാരതീയരുടെ കാവലാളാണ്. അദ്ദേഹത്തെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഭാരതം ഇത്രയും ശക്തമായി മുന്നേറുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഓരോ കോണിലും ഇനിയും എത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.